വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഗ്രീൻ കളറിലുള്ള പേപ്പറാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ A4 ഷീറ്റോ അല്ലെങ്കിൽ മറ്റ് കളർ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സാധാരണ A4 പേപ്പറിൽ രണ്ട് സൈഡിലും അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പെയിൻറ്റിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ഗ്ലൂം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നല്ലൊരു ഗ്ലേസിങ് പോലെ, അതുപോലെ ആ ഒരു കളർ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്, മറ്റേ സൈഡിൽ കുറച്ച് ഡാർക്കായിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ ഇലകൾ അങ്ങനെയാണല്ലോ, ഫ്രണ്ട് സൈഡിൽ കുറച്ച് ഡാർക്കും ബാക്ക് സൈഡിൽ കുറച്ച് ലൈറ്റും ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്പോഞ്ച് കൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പെയിൻറ്റ് കുറവായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് വെച്ച് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്പോഞ്ച് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ലാസ്റ്റ് വന്ന റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പണിപ്പെട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ലെങ്ത്ത് വൈസ് 4 മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു 6 മടക്കുകയാണ്, ഈക്വൽ സൈസിൽ. അപ്പോൾ ഇത് സ്കെയിലൊന്നും വെച്ചിട്ട് മടക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഏകദേശ അളവിന് എടുത്താൽ മതി. കാരണം എല്ലാ ചെടികളുടെ ഇലകൾ ഐഡൻറ്റിക്കൽ ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ നേച്ചർ തന്നെ ഇംപെർഫെക്ഷൻസ് തന്നെയാണ് ബ്യൂട്ടി ആയിട്ട് കാണിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളൊരു എക്സാക്റ്റ് ഒരു ഏകദേശമായിട്ടുള്ള ഒരു അളവ് എടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 മടക്കിൽ ഓരോ മടക്കിലും എനിക്ക് 6 പീസസ് വീതം കിട്ടും. 6 ഏകദേശം സമചതുരായിട്ട് കിട്ടും, ഏകദേശം സ്ക്വയർസായിട്ട് കിട്ടും. അത് ഞാൻ വീണ്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 24 പീസസ് കിട്ടും. അങ്ങനെ ഞാനിവിടെ ഒരു 4 ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഷീറ്റും ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേയേറെ പീസസ് ഇതുപോലെ വേണം. എന്നിട്ട് ഈ എക്സാക്ട് സ്ക്വയർസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ വീണ്ടും 1-2 മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 48 പീസസ് കിട്ടും. അങ്ങനെ ഞാൻ 4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 48 × 4 192 പീസസ് കിട്ടും. അപ്പോൾ അതിലെല്ലാം നമുക്ക് ആവശ്യം വരണം എന്നില്ല, നമ്മൾ ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് കുറച്ച് അവസാനത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാം. അപ്പോൾ ട്രീ അല്ലേ, അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും വിടവൊക്കെ വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഏകദേശം A4 ഷീറ്റ് ആണെങ്കിൽ 4 ഷീറ്റ് A4 പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും മടക്കിയിട്ട് നമ്മുടെ ലീഫുകൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഇങ്ങനെ പകുതിയായിട്ട് മടക്കുക. അപ്പോൾ മടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് കാണുക, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ ചെയ്തത് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ A4 ഷീറ്റ് അല്ല, കുറച്ചും കൂടെ വലിയ പേപ്പറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പീസസ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ലീഫിൻ്റെ പോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു എൻഡ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി ആ ഒരു കട്ട് കുറച്ചുകൂടെ താഴോട്ട് നമ്മൾ മുറിച്ചെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, മുഴുവനായിട്ട് മുറിച്ച് കളയരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലീഫിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇന്നർ പോർഷനിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും മടക്കുമ്പോഴൊക്കെ ഈ ഒരു ഡാർക്ക് ഏരിയ ആണ് അകത്ത് വരേണ്ടത്, ആ രീതിയിൽ മടക്കണം കേട്ടോ. ഇനി നമുക്ക് എല്ലാ പീസസും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ, കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് ഇന്നർ പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒട്ടിക്കാത്ത ഒരു പീസാണ്. അതിന് നമ്മൾ 2 കട്ട് ചെയ്തിട്ട് നമുക്ക് ഒറ്റയ്ക്കുള്ള പീസസും വേണം, അതും നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ നല്ല കട്ടിയുള്ളതല്ല, ഒരു മീഡിയം കട്ടി. നമ്മൾ ഡോളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ആ കയ്യിൻ്റെ ഭാഗത്തൊക്കെ വെക്കുന്ന തരത്തിലുള്ള കമ്പിയാണ്. എന്നിട്ട് ഞാനിവിടെ ഫെവിബോണ്ട് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു ഒറ്റ പീസസായിട്ട് കട്ട് ചെയ്തതാണ് ഫസ്റ്റ് വെക്കാൻ പോകുന്നത്. അത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ 2 പീസസ് ഇതേപോലെ
ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ താഴെയായിട്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ലീഫ് പാറ്റേൺ കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് കൂടെ ഇലകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാം ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്ന ഒരു പിരമിഡ് പോലെയാണ്. താഴത്തെ ബ്രാഞ്ചസ് കുറച്ച് നീളം കൂടിയതും പിന്നെ വന്നിട്ട് മുകളിലേക്ക് നീളം കുറഞ്ഞാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് താഴത്തെ വയ്ക്കുന്ന ആ ഒരു ബ്രാഞ്ചിൻ്റെ ലെയേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6ആണ്. അതായത് മുകളിൽ വെച്ചിരിക്കുന്ന ഒരൊറ്റ ലീഫില്ലേ അതും കൂടെ ചേർത്തിട്ട് 6 ലെയറായിട്ടാണ് വെക്കാൻ പോണത്. അപ്പോൾ 6 എണ്ണം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതാണ് ഏറ്റവും താഴെ വയ്ക്കുന്ന ലെയർ എന്ന് പറയുന്നത്, താഴെ വയ്ക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് 5, 4, 3, 2, 1 അങ്ങനെയാണ് പോണത്. 1 ഞാനിപ്പോൾ വെക്കുന്നില്ല, ലാസ്റ്റാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഓരോ ലെവൽ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, പല പല ലെവൽസ് ആയിട്ടാണ്. അപ്പോൾ താഴത്തെ ലെവലിൽ ബ്രാഞ്ചസ് നമ്മൾ 6 എണ്ണം അടങ്ങിയതാണ്, അത് 8 എണ്ണം വേണം. അങ്ങനെ ഓരോ ലെവലിലും നമ്മൾ ബ്രാഞ്ചസ് 8 എണ്ണം വീതം എടുക്കണം. ചുറ്റും ഒട്ടിക്കുമ്പോൾ 8 എണ്ണം വേണം. അപ്പം ഞാനിവിടെ ആദ്യത്തെ ലെയറാണ് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ ലെവലിലുള്ള ബ്രാഞ്ചിലുള്ള ഇലകൾ ഞാൻ പറഞ്ഞു 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, 6 ലെയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 6 ലെയർ ഞാൻ 8 പീസസ് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 8 എണ്ണം വേണം. ഞാനിവിടെ മരത്തിൻ്റെ ട്രങ്കാട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ ബ്രൗൺ പേപ്പറൊക്കെ പുസ്തകം പൊതിയാൻ വാങ്ങിക്കുന്ന അതൊക്കെ പൊതിഞ്ഞു വന്നിട്ട് അതിനകത്തുള്ള ആ ഒരു കാർഡ്ബോർഡ് റോളാണ് കേട്ടോ. അത് ഒരുപാട് കട്ടിയുള്ളതും ഉണ്ടാവും. നമ്മൾ അലുമിനിയം ഫോയിൽ വാങ്ങിക്കുമ്പം കുറച്ചും കൂടെ കട്ടിയുള്ളതാണ് കിട്ടുക. അങ്ങനെ അപ്പോൾ വണ്ണം അനുസരിച്ച് കൂടുതൽ ബ്രാഞ്ചസ് വേണ്ടി വരും. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറാണ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ലെയറിൽ നമ്മൾക്ക് 5 ലീവ്സാണ് ഉള്ളത്. അപ്പോൾ അതൊട്ടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ 2 ഇലകളുടെ നടുവിൽ വരുന്ന രീതിയിൽ, മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിക്കുകയാണെങ്കിലാണ് ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യും. ആ രീതിയിൽ ഒട്ടിക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം ഗ്രീൻ കളർ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് അല്ലെങ്കിൽ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറയുന്നത് തീരെ വീക്കാണ്. അത് പെട്ടെന്ന് തന്നെ അടന്നു പോകുന്നുണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ. ഇനി ഓരോ ലെയറും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അത് താഴത്തെ ലെയറിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് മുകളിലത്തെ ലെയർ വെച്ച് തുടങ്ങുക. അപ്പോൾ അധികം ഗ്യാപ്പില്ലാതെ നമുക്ക് ഭംഗിയായിട്ടിരിക്കും. പിന്നെ അറിയാലോ, ഈ പൈൻ മരങ്ങളൊക്കെ കുറച്ച് ഗ്യാപ്പുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക അതിൻ്റെ ബ്രാഞ്ചസ്. അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് പോകണ്ട. ഒരുപാട് ലീവ്സ് ആയാലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെയാണ് അതിന് ഭംഗി കൊടുക്കുക. പിന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോഴും കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിലേ ആ ഒരു എല്ലാ ഡെക്കറേഷനും നമുക്ക് എടുത്ത് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇനി ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓരോ ലെയർ ഒട്ടിച്ചൊട്ടിച്ച് പോവാം. അപ്പം നമ്മൾ ആ ഒരു 2 വരെയുള്ള ലെയേഴ്സ് എല്ലാം തന്നെ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ആ ഒരു ടേപ്പ് ഒട്ടിച്ച ഭാഗത്തൊക്കെ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ നമുക്ക് ഈ കമ്പി കാണുന്നുണ്ടോ, അതുപോലെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ അതുപോലെ കളർ വൈറ്റ് ആയിട്ടൊക്കെ കാണുന്നിടത്തൊക്കെ നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ട്രങ്കിൻ്റെ കളർ ബ്രൗൺ അല്ലേ ഉണ്ടാവുകയെന്ന്. ബ്രൗൺ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഇത് എടുത്ത് കാണുന്നില്ല. ഞാൻ അതിന് ശേഷം ബേസ് വെച്ചതിന് ശേഷം കുറച്ച് ബ്രൗൺ അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബ്രൗൺ ആയിട്ട് കൊടുത്താൽ കുറച്ച് ഓടായിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗ്രീൻ തന്നെയാണ് കൊടുക്കുന്നത്. ആൻഡ് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു ലെയർ ഓഫ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 എണ്ണമുള്ള ലീവ്സിൻ്റെ ആ ഒരു ബ്രാഞ്ചസ് ഞാൻ വീണ്ടും ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കമ്പിയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഭാഗത്ത് ഞാൻ ഈ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാസ്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മാസ്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരെണ്ണം മാത്രമായിട്ട് വരുന്ന ലീവ്സിലെ അതും ഇതുപോലെ കമ്പിയിൽ അറ്റാച്ച് ചെയ്തിട്ട്
ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഗ്ലൂ ഗണ്ണ് തന്നെ വേണം കേട്ടോ ഇതിന്, ഇല്ലെങ്കിൽ സ്ട്രോങ് ഗ്ലൂ ആയാലും മതി. നമ്മുടെ ഫെവിബോണ്ട് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഫെവിബോണ്ട് കുറച്ച് സമയം എടുക്കും ഉണങ്ങാൻ. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാം. ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റോളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാനൊരു പെയിൻ്റൊക്കെ എടുക്കുന്ന പഴയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക് കേട്ടോ, അങ്ങനെ ഒരു ട്രേ പോലത്തെ ഒരു ഇതായിരുന്നു, നമ്മളെന്തോ പാക്കേജിങ് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ പുറത്ത്. അതിലേക്ക് ഞാനിവിടെ വാൾപുട്ടി ഡോ ആക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കേക്കാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് നമുക്കത് റിമൂവ് ചെയ്യാം. കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ അത് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ട്രീ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുക്കുകയും കുറച്ച് വാൾപുട്ടിയും കൂടെ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് എടുത്താൽ മതി. ആ ഒരു പോർഷനിൽ ആ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാൻ പറ്റാത്തത്. എന്നിട്ട് ബ്രൗൺ കളറ് പെയിൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഞാൻ കുറച്ച് ബാക്കി വന്ന ഇലകളും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഉണ്ട്. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡെക്കറേഷൻസ് തുടങ്ങാം. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഇതുപോലെയുള്ള എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും പിന്നെ കുറച്ച് ആക്രി സാധനങ്ങളുമാണ് ഉള്ളത് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഒറിഗാമി 3D സ്റ്റാർ ആണ്. ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ വല്ലതും അത് ചെയ്യാം, നിങ്ങൾ കമൻറ്റിൽ പറയുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു റിബണാണിത്, നമ്മൾ ഡോളിൻ്റെ ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതിങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കാം. ആ എൻഡിൽ മാത്രം കുറച്ച് പശ തേച്ചാൽ മതി കേട്ടോ. ഇനി ഇത് കുറച്ച് കുഞ്ഞ് ബെൽസാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് കുറേ നാൾ മുമ്പ് ഒരു സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിന് ഉപയോഗം വന്നത്. അന്ന് എനിക്കതേ ഉപയോഗമൊന്നും വന്നില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒരു കടയിൽ ഇങ്ങനെ നല്ലതെന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതും ഞാനിങ്ങനെ കുറച്ച് തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒട്ടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഇലയിലൊന്ന് തൂക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി റീത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തെർമോക്കോൾ ബോൾസ് ഞാൻ ഗോൾഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് പേപ്പറിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തെർമോക്കോൾ ബോൾസ് റെഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ചെറി പോലെ തോന്നാൻ വേണ്ടിയിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സീക്വൻസസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലീഫിൻ്റെ ഷേപ്പിലുള്ള സീക്വൻസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റാർ ഷേപ്പിലുള്ള സീക്വൻസ് ഉണ്ടായിരുന്നു, അതൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് റോയിലും അതുപോലെ ആ ഒരു മരത്തിൻ്റെ താഴെയും കുറച്ചിങ്ങനെ വീണ് കിടക്കുന്ന പോലെ തോന്നാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ട്രീ. അപ്പോൾ ആദ്യം ആ ലീഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കണം എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ കണ്ടത്. എല്ലാം വേസ്റ്റായിട്ട് പോണ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഡെക്കറേഷനും നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തുകൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പഴയ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അല്ല കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ വാങ്ങുമോ, അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഡേയ്സിലോ അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസിനെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ടേബിൾ ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലേ പെട്ടെന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളിയാഴ്ച കാണാം. അപ്പോൾ അതൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും ബ്ലെസ്ഡ് ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. cheers.